ഇക്കഴിഞ്ഞ ഞായറാഴ്ച വെളുപ്പാങ്കാലം അബൂബക്കർ എന്ന യുവാവ് ഒറ്റപ്പാലത്തെ ജുമാ മസ്ജിദിലേക്ക് അതിവേഗത്തിൽ കയറിപ്പോയി. അല്പം കഴിഞ്ഞ് അതിന്റെ ഇരട്ടി സ്പീഡില് പുറത്തേക്ക്. കക്ഷി സുബഹി നമസ്കാരത്തിന് പോയതാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. പെരുന്നാളിന് ബലികർമ്മം നടത്താൻ നാട്ടുകാരിൽ നിന്നും പിരിച്ചുവെച്ച 6 ലക്ഷത്തോളം രൂപയാണ് പോയത്. അത് അടിച്ചു മാറ്റാനായിരുന്നു അബൂബക്കറിന്റെ ആത്മാർത്ഥതയോടെയുള്ള ആ പോക്ക്. ബുദ്ധിമാനായ അബൂബക്കർ മോഷണത്തിന് മുമ്പ് പള്ളിയിലെ ഓഫീസ് റൂമിലെ നിരീക്ഷണ ക്യാമറയുടെ വയറങ്ങ് മുറിച്ചിട്ടു. പക്ഷേ പള്ളിയിലേക്ക് കയറുന്ന വഴിയിലെ നിരീക്ഷണ ക്യാമറ കക്ഷിയുടെ കണ്ണിൽ പെട്ടില്ല. അത്ര വ്യക്തമല്ലാത്ത അബൂബക്കറിന്റെ ദൃശ്യം പള്ളി കമ്മിറ്റിക്കാര് പോലീസിന് നൽകി. ഈ വിവരമൊന്നും അറിയാതെ അബൂബക്കർ നേരെ പോയത് യൂസ്ഡ് വെഹിക്കിൾ ഷോറൂമിലേക്കാണ്. 6 ലക്ഷത്തിൽ നിന്നും 2.55 ലക്ഷം രൂപ മുടക്കി സെക്കൻഡ് ഹാൻഡ് കാർ അങ്ങ് വാങ്ങി. ബാക്കി പണം ഭദ്രമായി പൊതിഞ്ഞ് വാങ്ങിയ വണ്ടിയുടെ ഡിക്കിയിൽ തന്നെ വെച്ചു. അവിടെ നിന്ന് നേരെ പോയത് അട്ടപ്പാടിയിലേക്ക്. എന്തിനാണെന്നല്ലേ? കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വാങ്ങിയ കാറ് വീട്ടിലിടാനാണോ? അല്ല, വണ്ടി ഗേൾഫ്രണ്ടിനെ കാണിക്കണം. പറ്റുമെങ്കിൽ ഓളെ വണ്ടിയിലിരുത്തി 2 റൗണ്ട് കറക്കണം. സ്വന്തം കാറല്ലേ, ആര് ചോദിക്കാൻ? അങ്ങനെ വൈകിട്ടോടെ അബൂബക്കർ വണ്ടി ഓടിച്ച് മണ്ണാർക്കാട് എത്തിയപ്പോഴേക്കും ആരോ കൈ കാണിക്കുന്നു. ഒറ്റപ്പാലം പോലീസാണ്. ഗേൾഫ്രണ്ടിനെ കാണും മുമ്പേ കക്ഷിയെ തൂക്കി. കാറും മോഷ്ടിച്ച ബാക്കി പണവും കണ്ടെത്തി. നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ അബൂബക്കറിന്റെ ദൃശ്യം അത്ര വ്യക്തമല്ലാതിരുന്നിട്ടും പോലീസ് എങ്ങനെയാണ് ആളെ തിരിച്ചറിഞ്ഞത്? അവിടെയാണ് യഥാർത്ഥ പോലീസ് ബുദ്ധി. പള്ളി കമ്മിറ്റിക്കാര് കൊടുത്ത ദൃശ്യം വ്യക്തമല്ലെന്ന് മനസ്സിലാക്കിയതോടെ പോലീസ് മറ്റൊരു വഴി ആലോചിച്ചു. ഒരു പരിചയവുമില്ലാതെ ഒരാൾ രാത്രി വന്ന് പള്ളിക്കുള്ളിലിരിക്കുന്ന പണം കക്കുവാൻ ധൈര്യം കാണിക്കില്ല. മോഷ്ടാവിന് കൃത്യമായി അറിയാം അവിടെ പണം ഇരിപ്പുണ്ടെന്ന്. അപ്പോൾ കള്ളൻ എന്തായാലും നേരത്തെ ഈ പള്ളിയിൽ വന്നിട്ടുണ്ടാവും. ആ നിഗമനം കറക്റ്റ് ആയിരുന്നു. നിരീക്ഷണ ക്യാമറയിലെ പഴയ ദൃശ്യങ്ങൾ എടുക്കുവാൻ പള്ളി കമ്മിറ്റിക്കാരോട് പോലീസ് ആവശ്യപ്പെട്ടു. ആ ദൃശ്യങ്ങളും വ്യക്തമല്ലാത്ത മോഷ്ടാവിന്റെ ദൃശ്യങ്ങളും ഒത്തുനോക്കലായി അടുത്ത പണി. അധികം പണിപ്പെടാതെ തുമ്പ് കിട്ടി. രൂപസാദൃശ്യവും ശരീരഭാഷയും നോക്കി മോഷണ ദൃശ്യങ്ങളിലെ യുവാവിനെ പോലെ ഒരാളെ പഴയ ദൃശ്യങ്ങളിൽ നിന്നും കണ്ടെത്തി. അടുത്ത പണി പള്ളിയിലെ സന്ദർശക രജിസ്റ്റർ പരിശോധിക്കലാണ്. സംശയം തോന്നിയ ആളുടെ ഫോൺ നമ്പർ പൊക്കി. ടവർ ലൊക്കേഷൻ പിന്തുടർന്ന ഒറ്റപ്പാലം പോലീസ് അധികം പണിയെടുക്കാതെ തന്നെ മണ്ണാർക്കാട് വെച്ച് അബൂബക്കറിനെ തൂക്കി. വിവാഹ രജിസ്ട്രേഷൻ സംബന്ധിച്ച കാര്യം അറിയാനെന്ന് പറഞ്ഞാണ് താൻ പകൽ സമയത്ത് പള്ളിയിൽ പോയതെന്ന് അബൂബക്കർ സമ്മതിച്ചു. ഇത് അബൂബക്കറിന്റെ ആദ്യ മോഷണ സംരംഭമൊന്നും അല്ല കേട്ടോ. ആളുടെ പേരില് പല സ്റ്റേഷനുകളിലായി 20ഓളം മോഷണ കേസുകളാണുള്ളത്.